കൂട്ടുകാരെ നമസ്കാരം. ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയാണ്, നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യാശ നൽകുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. പൂഞ്ഞാറിലുള്ള ജോഷി ചേട്ടായും മിനി ചേച്ചിയും പറ്റി. രണ്ടുപേരുടെ അവസ്ഥ പരിതാപകരമായ നിലയിലായിരുന്നു. രണ്ടുപേരും ഇരു കാലുകളും മുറിച്ച് മാറ്റപ്പെട്ട നിലയിലുള്ള ഒരു നടക്കാനൊരു സഹായം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു അവര്. കഴിയുന്ന ഒരു അവസ്ഥ ചൂണ്ടിക്കാണിച്ചൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. ദൈവസഹായത്താൽ ആ പോസ്റ്റ് ഒത്തിരി കൂട്ടുകാരന്മാര് സഹായങ്ങൾ അവരുടേതായിട്ട് രീതിയിൽ, നമ്മുടെ കൂട്ടുകാരന്മാരെ അറിയുന്ന രീതിയിൽ സഹായങ്ങൾ കാര്യങ്ങൾ ചെയ്തു. അതുകൂടാതെ ഇപ്പൊ തന്നെ ഫൈൻ മ്യൂസിക് ഫേസ് മ്യൂസിക് ക്ലബ്ബ് എന്നൊരു ക്ലബ്ബ് ഈ സംഘടന ഇത് കാണുകയും ആ ഒരു കൈത്താങ് എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. 22-23 തീയതികളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടിയിൽ പാട്ടുപാടി നിന്നിട്ട് ഓരോ സ്ഥലത്തും പാട്ട് പാടുകയും ആ ഭാഗത്തു നിന്നും കളക്ഷൻ ഫണ്ട് സമാഹരിക്കുകയും ആ സമാഹരിക്കുന്ന എമൗണ്ട് ജോഷി ചേട്ടായിക്ക് 23ാമത്തെ ദിവസത്തെ പരിപാടിയിൽ 23 ദിവസത്തെ പരിപാടി ഗാനമേളയുണ്ട്. 3 മണി തൊട്ട് 10 മണി വരെ നീളുന്ന ഗാനമേളയുണ്ട്. അന്നും പിരിവുണ്ട് ജോഷി ചേട്ടായിക്ക് വേണ്ടിയിട്ട്. അത് കൂടാണ്ട് തന്നെ 22ാം തീയതിയും ഓരോ ടൗണുകളിൽ പൂഞ്ഞാറ്, തീക്കോയി, നടക്കല്, ഈരാറ്റുപേട്ട, കടുവാമൂഴി അങ്ങനെയുള്ള സ്ഥലത്ത്, മെയിൻ ആയിട്ടുള്ള സ്ഥലത്തെല്ലാം നിന്ന് പാടുകയും ആ പാട്ട് അവിടെ നിന്ന് സമാഹരിക്കുന്ന പൈസ 23ാം തീയതി ഈ ഗാനമേള നടക്കുന്ന അന്നും ചെറിയ പിരിവുണ്ടാകും. ആൾക്കാരുടെ ഇടയിലോട്ട് ഇറങ്ങി പിരിച്ച് ജോഷി ചേട്ടായിക്ക് അന്ന് തന്നെ പൈസ കൊടുക്കുകയാണ്. അന്ന് 2 ദിവസത്തെ പൈസ ജോഷി ചേട്ടായിക്ക് കൊടുക്കുകയാണ്. അവർക്കൊരു സഹായം ആകുമല്ലോ. അപ്പൊ ഈ കാര്യം നടക്കുന്നത് 2-3 സംഘടനകൾ കൂടി ഉണ്ട്. അലഞ്ഞു തിരിയുന്നവർ എന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷനും ഫൈൻ ആർട്സ് ക്ലബ്ബ് ഈരാറ്റുപേട്ടയും പിന്നെ മ്യൂസിക് ആർട്ടിസ്റ്റ് അസോസിയേഷൻ എന്ന സംഘടനയും കൂടി ചേർന്നാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത്. നേതൃത്വം നൽകുന്നത് നമ്മുടെ ഫേസ് മ്യൂസിക് ക്ലബ്ബാണ് ഇതിന്. അപ്പോൾ കൂട്ടുകാരന്മാരെ, എൻ്റെ കൂട്ടുകാരന്മാരെല്ലാം അവിടെ, നിങ്ങൾക്കെല്ലാം എൻ്റെ കൂട്ടുകാരന്മാർ അവിടെ ഉണ്ടല്ലോ. ഈരാറ്റുപേട്ടയുള്ള കൂട്ടുകാരന്മാര്, പൂഞ്ഞാറ്, തീക്കോയി, കുരിശുനഗർ, പാലം, ചേനാട്, ഇവിടെ എല്ലാം ഈ നമ്മുടെ ജോഷി ചേട്ടായിക്ക് വേണ്ടി പാട്ട് പാടാനായിട്ട് അവർ വരുമ്പോൾ ഫണ്ടുകൾ കൊടുത്ത് സഹകരിക്കണം. നമുക്ക് ആ ചേട്ടായിയുടെ വീട് നടക്കാൻ പോലും പറ്റില്ലാത്ത ഒരു അവസ്ഥയിലാണ്. അവർക്ക് ബാത്റൂം കാര്യങ്ങളെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഒരു റാമ്പ് പോലെയൊക്കെ നമുക്ക് നടക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അവർ അങ്ങനെ നല്ലൊരു നിലയിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെ കഴിയുന്നോ ആ നിലയിൽ, അവർക്ക് ഒരു രോഗമുണ്ട്, അസുഖമുണ്ട് എന്നൊരു അവസ്ഥ അവരെ കൊണ്ട് തോന്നിപ്പിക്കാത്ത രീതിയിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ കൂട്ടുകാരന്മാര് എല്ലാവരും അവിടെ എല്ലാ ഭാഗത്ത് വരുമ്പോൾ എല്ലാം ഒന്ന് സഹായിക്കണം. കൂടാതെ തന്നെ 23ാം തീയതി പരിപാടിയുണ്ട്, ഗാനമേളയാണ്. ആ ഗാനമേളയ്ക്കിടയിലും ജനങ്ങളിലോട്ട് ഇടയിൽ ചെന്ന് പിരിക്കുന്നുണ്ട്. അന്ന് തന്നെ ചേട്ടായിക്ക് ഈ 2 ദിവസത്തെ പൈസ നമ്മൾ അവർ കൈമാറും. അപ്പം എന്നെയും വിളിച്ചിട്ടുണ്ട്. പിന്നെ തണലിൽ എന്നെ ഈ കാര്യം ജോഷി ചേട്ടായുടെയും മിനി ചേച്ചിയുടെ ഈ കാര്യങ്ങൾ പറഞ്ഞ ജിൻസൺ എൻ്റെ കൂട്ടുകാരനുണ്ട്. അവൻ തണൽ എന്ന സംഘടനയാണ് വർക്ക് ചെയ്യുന്നത്. അവൻ്റെ സംഘടനയിലുള്ളവർക്കും അവനും ഈ പരിപാടി നടത്തുന്ന എല്ലാവർക്കും എൻ്റെയും ഫേസ്ബുക്കിലുള്ള എൻ്റെ എല്ലാ കൂട്ടുകാരുടെയും വക ഈ വലിയൊരു നന്ദി പറഞ്ഞുകൊള്ളുന്നു. നിങ്ങളുടെ പരിപാടി നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു. ഞാനും ജിൻസനും തീർച്ചയായിട്ടും ആ പരിപാടിയിൽ പങ്കെടുക്കും. ഞങ്ങൾക്കും അത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങൾ എല്ലാം കേട്ടുന്നതിന് നന്ദി. അപ്പം താങ്ക്സ്, എല്ലാവർക്കും താങ്ക്സ്. നമ്മുടെ കൂട്ടുകാരന്മാർക്ക് എല്ലാം മുഖേനയാണ് എല്ലാ കാര്യങ്ങളും നടന്നതെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ഈ സംഘടിക്കുന്ന ഈ കാര്യപരിപാടിയിലോട്ട് ഇവരെ സഹായിക്കാൻ കടന്നു വന്ന ഇത്രയും സംഘടനകൾക്ക്, ഫേസ് മ്യൂസിക് ക്ലബിനും ഫൈൻ ആർട്സ് ക്ലബ്ബ് ഈരാറ്റുപേട്ടയ്ക്കും പിന്നെ അലഞ്ഞു തിരിയുന്നവർ നടക്കുന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷനും മ്യൂസിക് ആർട്ടിസ്റ്റ് അസോസിയേഷനും ഞങ്ങളെല്ലാവരെയും കൺഗ്രാജുലേഷൻ, അഭിനന്ദനങ്ങൾ.